നമ്മളിൽ പലരുമേ ഈ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. സ്കൂട്ടറാവട്ടെ, ബൈക്കാവട്ടെ, ബുള്ളറ്റാവട്ടെ, അത്തരം പല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നല്ലൊരു ശതമാനം ആളുകളും സാധാരണയായിട്ട് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ തൊഴിൽ ഇടങ്ങളിലേക്ക് എത്തിപ്പെടാൻ, അത്തരം വാഹന സൗകര്യങ്ങൾ കുറവുള്ള ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാനും തിരിച്ചു വരാനൊക്കെ ഏറ്റവും നല്ല ചിലവ് കുറഞ്ഞൊരു സംവിധാനമാണ് ഇരുചക്ര വാഹനം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകളുണ്ടല്ലോ, ഇത് 100, 120, 140 ഒക്കെ സ്പീഡിൽ മരണപ്പാച്ചിൽ പാഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് അടിച്ച് തകർന്ന് ഒരു നിമിഷം കൊണ്ട് എത്ര പേരുടെ ജീവൻ ആണ് ഓരോ വർഷവും ഈ ഇരുചക്ര വാഹനങ്ങളുടെ അപകടത്തിൽ മരിക്കുന്ന ചെറുപ്പക്കാരായ 25-30 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു കണക്കെടുത്താൽ അതെത്ര ഭീകരമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും അളവിലാണ്. ശരിക്കും ഈ ബൈക്കുകൾക്ക്, ഈ ഇരുചക്ര വാഹനങ്ങൾക്ക് ഇത്രയേറെ സ്പീഡിൻ്റെ ആവശ്യമുണ്ടോ? ഇത് ആംബുലൻസായിട്ട് ഓടുന്ന വാഹനമൊന്നുമല്ലല്ലോ. ഇത് സാധാരണഗതിയിൽ നമ്മൾ അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് പോയി ഒരു 20-30 സ്പീഡിലല്ലേ ഇത് ഓടിക്കേണ്ട ആവശ്യമുള്ളൂ. അത്തരം റോഡുകളിലല്ലേ നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ മെയിൻ ഹൈവേകളിൽ നമ്മൾ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വാഹനങ്ങൾ, ബസ് സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. ശരിക്കും ഒരു 40 മൈൽ സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ട് ഈ ബൈക്കിൻ്റെയൊക്കെ, 2 വീലറിൻ്റെയൊക്കെ സ്പീഡ് കട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഉചിതമായ ഒരു നടപടി എടുത്താൽ നമ്മുടെ ഭാവിയിലേക്കുള്ള യുവാക്കൾ ഒരു നിമിഷം കൊണ്ട് എരിഞ്ഞു തീരുന്നത്, അല്ലെങ്കിൽ റോഡിൽ തല തല്ലി വീണ് മരിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.